ഈ കൺവെൻഷനിൽ ദൈവത്തിന്റെ വചനം കേൾക്കാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് അവന്റെ കൃപയാണ്. ഞാൻ ഉപയോഗിച്ച സാനിറ്റൈസറിന്റെ കഴിവല്ല, എന്റെ രക്തത്തിലെ പ്രതിരോധ ശേഷിയുടെ ശക്തിയല്ല, ഞാൻ കഴിച്ച മരുന്നിന്റെ വലിപ്പമല്ല, എന്നെ ചികിത്സിച്ച ഡോക്ടറിന്റെ കഴിവല്ല, എന്റെ ആയുസിന്റെ ദിനങ്ങൾ തീരാൻ ദൈവം അനുവദിക്കാഞ്ഞതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ ജീവന്റെ വചനത്തിന്റെ മുൻപിൽ ഇരിക്കാൻ ദൈവം ഭാഗ്യം നൽകിയതാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ തങ്ങളുടെ കണ്ണുകൾ തുറന്ന് തിരുവെഴുത്തിലേക്ക് ശ്രദ്ധിക്കണം. അസാധാരണമായ മാനസിക പ്രതിസന്ധികൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കപ്പെടാം. നിങ്ങൾ ഓർക്കുക, മനസ്സ് തളരുന്ന ഒരു കാലഘട്ടം, മറ്റാരോടും തുറന്നു പറയാൻ കഴിയാതെ ഉള്ളിന്റെ ഉള്ളിൽ പൊള്ളലോടെ വാക്കുകളെക്കാൾ നെടുവീർപ്പുകൾക്ക് പ്രസക്തിയുള്ള ഒരു സന്ദർഭം, മനസ്സ് പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരു അന്തരീക്ഷം. എനിക്കൊരു സ്നേഹിതനെ അറിയും, അദ്ദേഹത്തിന്റെ ജീവിതാനുഭവം. രാവിലെ സമയം ഭാര്യ അടുക്കളയിൽ സ്കൂൾ ബസ് വരുന്നതിന് മുൻപ് കുഞ്ഞുങ്ങളെ ഒരുക്കി വിടാൻ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രത്യേക സമയം ഓഫീസിൽ പോകുന്നതിന് മുൻപ് താൻ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അറിയാതെ ഷേവ് ചെയ്തപ്പോ കാരയിലേക്ക് ബ്ലേഡ് ഉടക്കി അല്പം ചോര വന്നു. ഓടിച്ചെന്ന് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ഭാര്യയുടെ അടുക്കൽ "ഡീ ചോര" എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അസ്വസ്ഥത നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഏണിന് കൈയൊക്കെ താങ്ങി ഒരുക്കങ്ങൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ പൊതിയൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സഹോദരി പറഞ്ഞു, "യോ മനുഷ്യ, ഈ കുഞ്ഞുങ്ങളെ ഒന്ന് കയറ്റി വിട്ടോട്ടെ" എന്ന് പറഞ്ഞ് പ്രതികരിച്ചു. എന്ന് പറഞ്ഞാൽ ഓമനിപ്പിക്കുന്ന രീതിയിൽ ആശ്വസിപ്പിക്കുന്ന പ്രതികരണം ഉണ്ടായില്ല. കുഞ്ഞുങ്ങൾക്ക് ബസ് വന്നു, അവരെ കയറ്റി സ്കൂളിൽ വിട്ടു. അതിനുശേഷം "അച്ചായ അച്ചായ" എന്ന് പറഞ്ഞ് മുറകിലേക്ക് ചെല്ലുമ്പോ കഥകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുന്നു. എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി ഈ സഹോദരി വീടിന്റെ പിൻപിലേക്ക് ഇറങ്ങി ജനാലയിലൂടെ അകത്തേക്ക് നോക്കിയപ്പോൾ ഞെട്ടി. ഫാനിൽ കെട്ടി ഞാന്ന് കിടക്കുന്നു. ആത്മഹത്യ ചെയ്തു. ഭാര്യ വാക്കുകൊണ്ട് ഒന്ന് താങ്ങാതിരുന്നപ്പോഴേക്കും മനസ്സ് തളർന്നു പോയി. എന്നാൽ മറ്റൊരാളിനെ അറിയും, വിവാഹം കഴിച്ചിട്ട് 1 വർഷം പൂർത്തിയാകുന്നതേ ഉള്ളൂ. ഉപ്പൂറ്റിക്ക് അസഹനീയമായ വേദന. ടെസ്റ്റ് ചെയ്ത റിസൾട്ട് വന്നു, ബോൺ ക്യാൻസർ. ആ ഭാഗം കാൽപ്പത്തിക്ക് മുകളിൽ വെച്ച് മുറിച്ചു കളഞ്ഞു. അധികം താമസിക്കാതെ മറ്റേ കാലിന്റെ കാൽപ്പത്തിയുടെ ഭാഗത്തും ഇതേ അസ്വസ്ഥതയുണ്ടായി. അവിടവും മുറിച്ചു കളഞ്ഞു. വികലാംഗനായി മാറി. ഭാര്യ വിവാഹം കഴിച്ചിട്ട് 1 വർഷമായ ഭാര്യ ഇട്ടിട്ട് പോയി. കുടുംബാംഗങ്ങൾ വന്ന് അവളെ വിളിച്ചുകൊണ്ട് പോയി. അടുത്ത ക്യാൻസർ പ്രത്യക്ഷപ്പെടുമെന്ന ഭീതിയോടെ വിധവയായ തന്റെ അമ്മ ഒറ്റയ്ക്ക് ഈ മകനെ ശുശ്രൂഷിക്കുകയും കരുതുകയും ഹോസ്പിറ്റലിൽ നിൽക്കുകയും ചെയ്തു. കാലം മുൻപോട്ട് നീങ്ങി. താൻ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിലോട്ട് കയറി. റിസൾട്ട് വന്നു. വിജയ നിലവാരം എത്തിയപ്പോൾ തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ ബുക്കിംഗ് ഓഫീസറായി ജോലി കിട്ടി. ഗവൺമെന്റ് നൽകിയ ഒരു പ്രത്യേക ഇലക്ട്രിക് വാഹനത്തിൽ താൻ പോയി ജോലി ചെയ്ത് തുടങ്ങി. കാലം അല്പം കൂടെ മുൻപോട്ട് പോയി. പോയ ഭാര്യ തിരിച്ചു വന്നു. 3 മക്കളുമായി ഇപ്പോൾ സമാധാനമായി താമസിക്കുന്നു. എന്താ ഞാൻ പറഞ്ഞേ? ബ്ലേഡ് കയറി കാരയിലൊന്ന് ഉടക്കി ഇച്ചിരി ചോര വന്നപ്പോ ലാളിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാഞ്ഞത് കൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്തു. മറ്റൊരാൾ ക്യാൻസർ രോഗം വന്ന് ഭാര്യ ഇട്ടിട്ട് പോയി. അവഗണനയുടെ കയ്പ് നീർ മട്ടോളം കുടിച്ചിട്ടും ഇന്നും പിടിച്ചു നിൽക്കുന്നു. ഇന്ന് രാത്രി പറയാം, സഹിക്കാൻ കഴിയാത്ത ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ വിളിച്ച ദൈവം വിശ്വസ്തരാണെന്ന ബോധ്യം അകത്തു ഭരിച്ചാൽ നാളെ നടത്താൻ ശക്തനാണെന്ന് മാത്രമല്ല, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നിവർത്തിക്കുന്നത് വരെ ആ ജീവന്റെ കരം നിന്റെ പുറകിൽ ഉയർന്നു നിൽക്കും. ആയതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്ന ദൂതിതാണ്, അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾക്ക് നടുവിൽ നിരാശയിൽ തളരരുത്. പ്രതിസന്ധികൾക്ക് നടുവിൽ വാഗ്ദത്തത്തിൽ പിടിച്ചു നിൽക്കുക. നിവർത്തി കൺമുൻപിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തിലെ കരുത്തനായ കർത്തൃദാസനായിരുന്നു യെശയ്യാ പ്രവാചകൻ. ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ ഭരണകർത്താക്കന്മാരുടെ കാലഘട്ടത്തിൽ നീണ്ട പ്രവാചകനായി ശുശ്രൂഷിച്ച കർത്തൃദാസൻ അന്നത്തെ ഭരണാധികാരിക്ക് തന്റെ ശുശ്രൂഷ ഒരു ഭീഷണിയായി മാറിയപ്പോൾ അദ്ദേഹത്തെ കൊല്ലാൻ ആ ഭരണാധികാരി തീരുമാനിച്ചു. എന്തിന്? തന്റെ കിങ്കരന്മാർ ഈ ദൈവഭൃത്യനെ യെശയ്യാവിനെ വനാന്തരത്തിലൂടെ ഓടിച്ചു എന്നാണ് ചരിത്രം. പ്രാണഭയം നിമിത്തം ഇയാൾ കിതച്ചുകൊണ്ട് ഈ ദൈവദാസൻ ഓടി 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 അവസാനം ഭീകരമായ പീഡയെ പേടിച്ച്
മുൻപിൽ വീണ് കിടന്ന ഒരു മരത്തിന്റെ ദ്വാരമുള്ള അള്ളയിലേക്ക് വലിഞ്ഞു കയറി. യെശയ്യാ പ്രവാചകൻ വലിഞ്ഞു കയറിയപ്പോഴേക്കും ഇദ്ദേഹം കയറിപ്പറ്റിയ തടിക്കഷണത്തെ വണ്ടിക്കയർ കൊണ്ട് കെട്ടി ഒരു കാമരത്തിലോട്ട് കയറ്റി വെച്ച് ആളുകളെ സാക്ഷിയാക്കി ഈ കാമരത്തിൽ കയറ്റി വെച്ചിരിക്കുന്ന തടി കുറുകെ ഈർച്ചവാള് കൊണ്ട് മുറിച്ചു മാറ്റിക്കൊണ്ട് യെശയ്യാവിനെ ഏറ്റവും വേദനാജനകമായ സ്ഥിതിയിൽ കൊന്നു എന്നാണ് ചരിത്രം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരുടെ ചരിത്രത്തിൽ ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് യെശയ്യാവിനെ കുറിച്ചാണ് എന്നതാണ് വേദചിന്തകന്മാരുടെ അഭിപ്രായം. എന്തിന്? ഇങ്ങനെ ദുര്യോഗത്തിന്റെ പശ്ചാത്തലം. ഒരു കർത്തൃദാസൻ കൊല്ലപ്പെട്ടു കഴിഞ്ഞു, ഇതോടെ ദൈവത്തിന്റെ പദ്ധതി തീർന്നു എന്നാണ് ആളുകൾ വിചാരിച്ചത്. എന്നാൽ ദൈവ പദ്ധതിയെ തകർക്കാൻ കൊലയ്ക്ക് സാധ്യമല്ല. എന്തൊക്കെ ഗൂഢാലോചനകൾ ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അഭിഷിക്തന്മാർക്കെതിരെ കരുനീക്കിയാലും എന്റെ ദൈവത്തിന്റെ കാര്യപരിപാടി കഴിയാത്തിടത്തോളം കാലം ഒരു യെശയ്യാവ് കൊല്ലപ്പെടുന്ന ഇടത്ത് അനാഥോത്ത് എന്ന കൊച്ചു ഗ്രാമത്തിൽ അഭിഷേകത്തിന്റെ തൈലം വീണ ഒരു കർത്തൃദാസനെ അടുത്ത ജനറേഷന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. മറക്കരുത്, അടിസ്ഥാനമിട്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ പിൻവലിക്കാത്ത ഒരു കരം ഇതിന്റെ പുറകിലുണ്ട്. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം. ദൗത്യമേൽപ്പിച്ചവൻ ദൈവമാണെങ്കിൽ അതിന്റെ പദ്ധതിയും ദൈവത്തിന്റെ കൈകളിലുണ്ട്. എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച് യോഹന്നാനെ ഗളഹസ്തം ചെയ്താൽ അവന്റെ കഴുത്തറുത്ത് താലത്തിലെത്തിച്ചാൽ പ്രസംഗം തോറ്റെന്നല്ലേ അത് അധികാരികൾ വിചാരിച്ചത്? കഴുത്ത് മുറിച്ച് പാത്രത്തിൽ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഹേരോദ്യ ചെയ്തതിനെ കുറിച്ച് ഒരു ചരിത്രരേഖയുണ്ട്. ഒരു കൊടലുപയോഗിച്ച് യോഹന്നാൻ സ്നാപകന്റെ നാക്ക് പുറത്തേക്ക് വലിച്ചു പറിച്ചെടുത്തിട്ട് കൊട്ടാരത്തിന്റെ അറപ്പടിയിൽ ഒരു നൂലിൽ കെട്ടിത്തൂക്കിയിട്ടതിന് ശേഷം അവളും അന്തഃപുര രാജ്ഞികളും ഒരുമിച്ച് ആ നാക്കിന്റെ മുൻപിൽ നൃത്തം ചെയ്തു. നിന്റെ പ്രസംഗം ഇതോടെ കഴിഞ്ഞു എന്നാണ് പരിഹാസ നൃത്തത്തിന്റെ ലക്ഷ്യം. പക്ഷേ ഒരുവന്റെ കഴുത്ത് മുറിച്ച് പാത്രത്തിൽ വന്നാൽ പ്രസംഗം തീരില്ല. പ്രസംഗത്തിന്റെ ആകെ പൊരുളായ കർത്താവ് പുറകെ ഇറങ്ങി വരും പ്രസംഗിക്കാൻ. അവനെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. അവൻ ഇവിടുന്ന് പോയാൽ പ്രസംഗം തീരുമോ? ഇല്ല. സഹോദരൻ യാക്കോബ് എഴുന്നേൽക്കും പ്രസംഗിക്കാൻ. സ്തോത്രം. ആ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നാൽ നിനക്ക് പ്രസംഗം തീർക്കാമോ? പറ്റില്ല. വാളുകൊണ്ട് കൊന്നാൽ അടുത്തൊരു സ്തേഫാനോസിനെ ദൈവം എഴുന്നേൽപ്പിക്കും പ്രസംഗിക്കാൻ. ആ കർത്തൃദാസനെ എറിഞ്ഞു കൊന്നാൽ നിനക്ക് പ്രസംഗം തീർക്കാമോ? പറ്റില്ല. എറിയാൻ സമ്മതം കൊടുത്ത് വസ്ത്രം സൂക്ഷിക്കുന്ന ശൗലേ, നിന്നെ കൊണ്ട് സ്വർഗം ഇതെടുത്ത് പ്രസംഗിപ്പിക്കും. ഇന്ന് രാത്രി ഈ പുൽപ്പിറ്റിൽ നിന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഈ ജീവന്റെ വചനത്തിന്റെ ശക്തി ഒരുവനെ ഫലമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനെ തകർക്കാൻ ആയുധമെടുത്താൽ, അവനെ തകർക്കാൻ ആയുധമെടുക്കുന്നവനെ കൊണ്ട് അവനെ പണിയിപ്പിക്കത്തക്ക വിധം ദൈവത്തിന്റെ കരം ചലിക്കും. ഇടിക്കാൻ ഇറങ്ങിയവനെ കൊണ്ട് ദൈവം പണിയിപ്പിക്കാൻ തുടങ്ങും. ആ കർത്തൃദാസന്റെ കഴുത്തോസ്തിയൻ പാതയിൽ കുനിച്ചു നിർത്തി വെട്ടിമാറ്റി പ്രസംഗം തീർന്നില്ല. അതിന്റെ പുറകെ ഒരു തിമത്തിയോസിനെ ദൈവം എഴുന്നേൽപ്പിച്ചു പ്രസംഗിക്കാൻ. ആ കർത്തൃദാസനെ ഇവിടെ നിന്ന് ഉമിത്തിയിൽ നീറ്റി കൊന്നു. പ്രസംഗം തീർന്നില്ല. സിംഗ്ലി, മാർട്ടിൻ ലൂഥർ, കാൽവിൻ, ആയിരങ്ങളെ ദൈവം എഴുന്നേൽപ്പിച്ചു പ്രസംഗിക്കാൻ. അവരെല്ലാവരും മരിച്ചു, മൺമറഞ്ഞു. പ്രസംഗം തീർന്നില്ല. KV സൈമണെ പോലെ, KE എബ്രഹാമിനെ പോലെ അനേക കർത്തൃദാസന്മാരെ, പിഞ്ചു കുഞ്ഞുങ്ങളിൽ ചിലരെ നാളെ ഈ വചനവുമായി ഈ വേദിയിൽ നിർത്താൻ ശക്തനായ ഒരുവന്റെ കരം ചരിത്രത്തിൽ ചലിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം. അടിസ്ഥാനമിട്ടവൻ മനുഷ്യനല്ല, അവൻ ദൈവമാകയാൽ എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും ദൈവസഭയെയും ആത്മീയ ശുശ്രൂഷകളെയും നിലനിർത്താൻ ദൈവകരം ചരിത്രത്തിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പീഡകർ ദയനീയമായ അന്തം അനുഭവിക്കും. പീഡിതർ ദൈവത്താൽ ഉപയോഗിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ അനുഗ്രഹീതനായ കർത്തൃദാസൻ ഇരമ്യാ പ്രവാചകൻ അക്ഷരാർത്ഥത്തിൽ ഒരു ദേശസ്നേഹിയായിരുന്നു. അദ്ദേഹത്തിന്റെ കവിൾത്തടങ്ങൾ ഒഴുകുമ്പോ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ, കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടില്ല എന്ന് വരരുത്. എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം കരയേണ്ടതിന് എന്റെ തല വെള്ളക്കുഴിയും
കണ്ണ് നീരുറവയും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഗിലെയാദിൽ തൈലമില്ലയോ? അവിടെ വൈദ്യരില്ലയോ? പിന്നെ നിന്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവിന് എന്തുകൊണ്ട് സൗഖ്യം വരുന്നില്ല? അയ്യോ, എന്റെ ജനത്തെ ഓർത്ത് കരയേണ്ടതിന് എന്റെ കണ്ണിനെ നീരുറവയാക്കണമേ. ശരിക്കും പറഞ്ഞാൽ ആത്മാർത്ഥതയുടെ അങ്ങേ അറ്റത്ത് നിന്നുകൊണ്ടാണ് ഈ ഇരമ്യാവ് ശുശ്രൂഷകൾ തുടരുന്നത്. എന്നാൽ തന്റെ മുൻപിലെ സദസ്, തന്റെ അനുവാചക സമൂഹം തന്നോടൊട്ടും ആത്മാർത്ഥതയുള്ളവരല്ലാതെ അവരുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ചങ്കിൽ ചാട്ടുളി പോലെ കുത്തിക്കയറി വലിയ വേദന അനുഭവിച്ചു ഈ ദൈവദാസൻ. അവരുടെ വായിലെ വാക്കുകൾ തനിക്കെതിരെ ഉന്നം അതെ പിഴയ്ക്കാതെ വരുന്ന അമ്പ് പോലെയായി. ഇത് വേദനയായി മനസ്സിൽ കണ്ടപ്പോ ഈ ദൈവഭൃത്യൻ പറയുന്ന കണ്ണുനീരിൽ ചാലിച്ച വാക്കുകൾ അതാണ് വായിച്ചു കേട്ടത്. അയ്യോ, എന്റെ ജനത്തെ വിട്ടു പോയി കളയേണ്ടതിന് മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇന്ന് രാത്രി പറയട്ടെ, ഒരു ഭർത്താവ് എന്ന നിലയിൽ കുടുംബത്തിൽ അനുഭവിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ആർക്കു വേണ്ടി നിർവഹിക്കുന്നുവോ അവരിൽ നിന്ന്, ഒരു ഭാര്യ എന്ന നിലയിൽ കുടുംബത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നത് ആർക്കു വേണ്ടിയോ അവരിൽ നിന്ന്, ദൈവത്തിന് സ്തോത്രം, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ സഭയിൽ ചെയ്തെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നത് ആർക്കു വേണ്ടിയോ അവരിൽ നിന്ന് ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ ആത്മാർത്ഥതയോടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതിന്റെ ഗുണഭോക്താക്കളിൽ നിന്ന് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ വരുന്ന സമയം ചങ്കുപൊട്ടി വിളിച്ചു പറയുന്ന വാക്കുകളിൽ ഒന്നിതാണ്: എനിക്കങ്ങ് ഓടിപ്പോയാൽ മതി, എനിക്ക് സഹിക്കാൻ വയ്യ. ഇവരുടെ വാക്കുകൾ ഏറ്റ് ഞാൻ ഏറെ വേദനിക്കുകയാണ്. കാരണം ഈ ജനത്തെ വിട്ട് ഒരു ഏകാന്തത കൊതിച്ചുകൊണ്ട് ഓടിപ്പോയി ഒന്ന് മറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഭർത്താവ് എന്ന നിലയിൽ നിന്നെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്ന്, ഭാര്യ എന്ന നിലയിൽ നിന്നെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്ന്, മാതാപിതാക്കൾ എന്ന നിലയിൽ ദൈവം നിന്നെ ആക്കി വെച്ച സ്ഥാനത്ത് നിന്ന്, ഒരു കർത്തൃദാസൻ എന്ന നിലയിൽ ദൈവം നിന്നെ ആക്കി വെച്ച സ്ഥാനത്ത് നിന്ന് ഓടിപ്പോകാൻ എന്തൊക്കെ സമ്മർദ്ദം ഉയർന്നാലും ഓടിപ്പോകരുത്. ഇതിന് നടുവിൽ ദൈവത്തിന്റെ കരം ചലിക്കും. ഇന്ന് രാത്രി തലയിൽ കൈവച്ചെന്നതുപോലെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു: വിളിച്ചവൻ ദൈവമാണെങ്കിൽ ദൈവത്തിന്റെ കരം വിഷയത്തിന്മേൽ ചലിക്കാൻ തുടങ്ങുന്നു. ആത്മാവിലത് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ, ശബ്ദമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിച്ചാട്ടെ. ഒരു വാ പോലും ഇന്ന് രാത്രി അടഞ്ഞിരിക്കരുതേ, ഒരു അധരം പോലും ഇന്ന് രാത്രിയിൽ പൂട്ടിയിരിക്കരുത്. ഇന്ന് രാത്രി കൃപ ലഭിച്ച സകല ദൈവമക്കളും ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം, ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. ഈ രാത്രി അസാധാരണമായ ആത്മവ്യാപാരം നിങ്ങളിലേക്ക് പകരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നിന്റെ വാഗ്ദത്തത്തെ ഇല്ലാതാക്കി, നിന്റെ ശുശ്രൂഷയെ പാതി വഴിയിൽ അവസാനിപ്പിച്ച് പ്രതിസന്ധികളുടെ നടുവിൽ ഇതിന് അന്തം കുറിക്കാൻ അന്തരാത്മാവിൽ ഉൾക്കാമ്പിൽ സംസാരിച്ച് നിന്റെ മനോബലം തകർത്ത് നിന്റെ ജീവിതത്തെ തകർക്കാൻ ഇരുട്ടിന്റെ ശക്തികൾ പദ്ധതികൾ ഒരുക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു: ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ദൈവപ്രവർത്തികൾ ഈ രാത്രി യോഗം പിരിഞ്ഞ് നീ വീട്ടിൽ എത്തുന്നതിന് മുൻപ് ഒരടയാളത്തോടെ ചെയ്തെടുക്കത്തക്ക വിധം ആ കരം നിനക്ക് അനുകൂലമായി ചലിക്കുന്നു. അഭിഷേകത്തിന്റെ വിടുതലുകൾ ഇന്ന് രാത്രി വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ വാഗ്ദത്തത്തിനെതിരെ സാത്താൻ ഒരുക്കി വെച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി ശുശ്രൂഷയ്ക്ക് നടുവിൽ ദൈവാത്മാവ് അടിച്ചു മാറ്റുകയാണ്. മനസ്സിനെ തളർത്തിയിട്ട് ഹൃദയത്തെ വല്ലാതെ ക്ഷീണിപ്പിച്ച് ഒറ്റയ്ക്കിരുന്ന് ഏകാന്തതയിൽ പദം പിറക്കി പറഞ്ഞ് കരയത്തക്ക വിധത്തിൽ ജീവിതത്തിൽ ഈ വേദന മറ്റാരോടും പങ്കുവെക്കാൻ കഴിയാതെ ഉള്ളിൽ നെടുവീർപ്പുകളും താങ്ങിക്കൊണ്ട് എങ്ങനെങ്കിലും ഇതൊന്ന് അവസാനിപ്പിച്ചാൽ മതി, ഈ ഭാരമൊന്ന് താഴ്ത്തി വെച്ചാൽ മതി എന്ന് വേദനിക്കുന്ന ചില വ്യക്തികളെ ചൂണ്ടി ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു: അനാഥത്വവും വൈധവ്യവും ഒരുപോലെ ബാധിച്ചിട്ട് നിങ്ങളെ മാറാ എന്ന് വിളിപ്പീൻ. അത്യുന്നതനെങ്കിൽ അത്യന്തം കൈപ്പായത് ചെയ്തിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞ ഒരു സാധുവായ ഒരു സ്ത്രീയുടെ മടിയിൽ ദാവീദിന്റെ വല്യമ്മച്ചിയാക്കി മാറ്റിക്കൊണ്ട് യേശുവിന്റെ വല്യമ്മച്ചി പദം അലങ്കരിപ്പിച്ച് ചരിത്രത്തെ തിരിച്ചവനാണ് ഞാൻ സേവിക്കുന്ന പ്രസംഗിക്കുന്ന ദൈവമെങ്കിൽ ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന നിന്റെ തകർച്ചയ്ക്ക് നടുവിൽ ഇറങ്ങി വന്ന് ചരിത്രത്തിന്റെ ഗതിയെ നിയന്ത്രിച്ച് നിന്റെ ഭാവിയെ പണിയാൻ കഴിവുള്ള ഒരു
കരം ഇന്ന് രാത്രി ആത്മാവിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് ഫിലിപ്പോസിനെ കൊണ്ടു നിർത്തിയിട്ട് തേരിനോട് ചേർന്ന് നടങ്ങത്തക്ക വിധം ആത്മാവ് ഇടപെട്ടതുപോലെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില വ്യക്തികളോട് നിന്റെ അസോസിയേഷൻ സ്ഥാപിച്ചെടുക്കത്തക്ക വിധം എന്റെ ദൈവം നിന്റെ റൂട്ട് മാറ്റിവിടാൻ തുടങ്ങുന്നു. തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിലെ വെൺമാടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പത്രോസിന്റെ അഡ്രസ് അവിടുന്ന് 28 കിലോമീറ്റർ അപ്പുറത്ത് പട്ടാള മേധാവിയായ കൊർന്നല്യോസിന്റെ മുറിക്കകത്ത് ഒരു ദൂതനെ വിട്ട് കൈമാറ്റം ചെയ്തിട്ട് കടൽ മുക്കുവനായ പത്രോസിനെയും ആത്മവ്യാപാരത്തോടുകൂടെ അത് പട്ടാള മേധാവിയായ കൊർന്നല്യോസിനെയും എന്റെ ദൈവം ഇന്റർനെറ്റ് ഇല്ലാതെ ഇമെയിൽ ഇല്ലാതെ സഭയുടെ അധികാരികളുടെ ഓർഡർ ഇല്ലാതെ ആത്മാവിൽ ബന്ധിപ്പിച്ചത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത നിലകളിൽ ആത്മവ്യാപാരത്തിന്റെ ഇടപെടലിലൂടെ നിന്റെ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം ചലിച്ചിട്ട് ഒരു പുതിയ അധ്യായം ആരംഭിക്കാൻ ആ കരം നിനക്ക് വേണ്ടി ഉയരുന്നു. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി വിളിച്ചു പറ, എന്റെ വിഷയത്തിന്മേൽ ഇടപെടുന്ന ഒരു കരം ഞാൻ ആത്മാവിൽ കാണുന്നു. ഇല്ല, നീ തല കുനിക്കുകയില്ല, ഇല്ല, നീ അപമാനിക്കപ്പെടുകയില്ല. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടും. പിടിച്ചു നിൽക്കുക. ഈ പ്രതലത്തിൽ ദൈവം വിഷയത്തിന്മേൽ ഇടപെടും. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കാണുന്നു, സ്വർഗം ഇതിനെ മീതെ തുറന്നു നിൽക്കുകയാണ്. ഇരുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ചിലരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന രാത്രിയാണ്. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ ഉള്ളിൽ തപിച്ചു നിൽക്കുന്ന ചില ബന്ധനങ്ങളെ ആത്മമണ്ഡലത്തിൽ ദൈവാത്മാവ് ഇന്ന് രാത്രി അഴിച്ചു മാറ്റുകയാണ്. അസാധാരണമായ നിരാശകൾ, മനസ്സിൽ ആത്മഹത്യക്ക് പോലും കൊതിക്കത്തക്ക വിധം വ്യാപരിക്കുന്ന കടുങ്കെട്ടുകൾ എന്റെ കൂടപ്പിറപ്പെ ഇന്ന് രാത്രി യോഗം പിരിയുന്നത് മുൻപ് യേശുവിന്റെ തേജസ്സിന്റെ കരം ഇറങ്ങി വന്ന് വിഷയത്തിന്മേൽ എടുത്തു മാറ്റാൻ തുടങ്ങുകയാണ്. അറുക്കപ്പെട്ട കുഞ്ഞാറിന്റെ രക്തത്തിന്റെ ശക്തി വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ, പെയ്തിറങ്ങുന്ന മഴ പോലെ ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അരുത്, അരുത്, അരുത്. നീ നിൽക്കുന്ന പ്രതലത്തിൽ നിന്ന് ഓടിപ്പോകരുത്. നിൽക്കുന്ന പ്രതലത്തിൽ മാനിക്കാൻ ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. അസംതൃപ്തി വല്ലാത്ത അസ്വസ്ഥതയാണ്. അസംതൃപ്തി മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അസ്വസ്ഥതയാണ് അസംതൃപ്തി. ചില വിഷയങ്ങളുടെ നെഗറ്റീവ് വശം മാത്രം കാണത്തക്ക വിധം മനസ്സിനെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി. ഇത് ഇരമ്യാവ് സാധാരണക്കാരനല്ല. അടുത്ത 10 പതിറ്റാണ്ടുകൾ ജീവന്റെ ശുശ്രൂഷ നിർവഹിക്കേണ്ട കർത്തൃദാസൻ ആ ദൈവവൃത്യന്റെ മനസ്സിനെ ആകെ തകർക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ഈ 31,173 വാക്യങ്ങളുള്ള വിശുദ്ധ ബൈബിളിൽ ഒരു അസാധാരണ പ്രതിഭാസം എന്ന് പറയാൻ കഴിയുന്ന ഒരു അതുല്യ വ്യക്തിത്വമുണ്ട്. അത് പഴയ നിയമത്തിന് മധ്യസ്ഥനായ മോശയാണ്. മേഘം, അന്ധതമസ്, കൂരിരുട്ട്, വാക്കുകളുടെ ശബ്ദം, ഇവയിൽ കത്തിക്കാളുന്ന തീയിൽ പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവം ഇറങ്ങി വസിച്ചപ്പോൾ ആ മഹാദൈവത്തിന്റെ തീക്കകത്തോട്ട് കയറി ചെന്നപ്പോൾ സർവശക്തന്റെ തീജ്വാലയിൽ നിന്ന് പ്രസരിച്ച പ്രസരിപ്പ് ത്വക്കിലേക്ക് വന്നിട്ട് ആ ത്വക്കിൽ നിന്നത് തിരിച്ചു പ്രതിഫലിക്കത്തക്ക വിധം ദൈവത്തിന്റെ തേജസ്സിനെ സ്വന്തം ത്വക്കുകൊണ്ട് പ്രതിഫലിപ്പിച്ച ഒരൊറ്റ മനുഷ്യനെ ബൈബിളിലുള്ളൂ. 40 ലക്ഷം വരുന്ന ജനത്തിന് 40 വർഷം ട്രാൻസ്ഫർ ഇല്ലാതെ ശുശ്രൂഷിച്ച പാസ്റ്ററായ മോശ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു പ്രത്യേക പ്രതിസന്ധി ഘട്ടത്തിൽ താൻ പർവ്വതത്തിന് മുകളിൽ കയറി ചെന്ന് കവിണ് വീണിട്ട് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: എന്നെ കൊന്നുകളയണമേ, എന്റെ അരിഷ്ടത ഞാൻ ഓർക്കരുതേ. നിങ്ങൾ ഓർക്കുക, സാധാരണക്കാരനല്ല ഇദ്ദേഹം. എന്നെ കൊന്നുകളയണമേ, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹമില്ല, പക്ഷെ ജീവിക്കാൻ ഒട്ടും കൊതിയില്ല. മടുത്തു, മടുത്തു. എന്നെ കൊന്നുകളയണമേ, എന്റെ അരിഷ്ടത ഞാൻ ഓർക്കരുത്. ആരാ? സാധാരണക്കാരനല്ലെന്ന് ഓർക്കുക. കാട്ടുവടി കൊണ്ട് മഹാസമുദ്രത്തെ 2ആയി മുറിച്ചവൻ, മഹാദൈവത്തിന്റെ തേജസ്സിന്റെ ദിവ്യ സാന്നിധ്യത്തെ പച്ച കണ്ണുകൾ കൊണ്ട് കണ്ടവൻ. ഇന്ന് രാത്രി അതിനേക്കാൾ ശക്തന്മാരാരും ഇതിനകത്തില്ലല്ലോ. നിരാശ വല്ലാതെ മനസ്സിനെ തളർത്തും. ഒരിക്കൽ സ്തോത്രം, ഈ ഭാഗത്ത് വനാന്തരത്തിൽ പന്നിയട കുത്തേറ്റ് ഒരു മനുഷ്യനെ ആശുപത്രിയിൽ ചികിത്സിക്കാൻ വന്നപ്പോൾ ഒരു മിഷൻ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ അദ്ദേഹത്തോട് ചോദിച്ചു, മൂപ്പ, വനാന്തരത്തിനകത്ത് ഏറുമാടത്തിൽ പന്നിയട കുത്തുവൊക്കെ സഹിച്ച് മുകളിൽ കയറി കിടന്നുറങ്ങി കഷ്ടതയൊക്കെ അനുഭവിച്ച്
ഈ വനത്തിനകത്ത് കഴിയാതെ ഗവൺമെന്റ് നിങ്ങൾക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന സ്ഥലത്ത് വന്ന് ആ വീടുകളിലൊക്കെ പാർത്ത് മര്യാദയ്ക്ക് ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങളൊക്കെ പറ്റി ജീവിക്കരുതോ മുപ്പാ? എന്തിനായി വനത്തിനകത്ത് ഏറുമാടത്തിൽ കഴിയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറോട് അദ്ദേഹം പറഞ്ഞ മറുപടി, തമ്പ്ര സ്വർഗമാ തമ്പ്ര, അവിടം സ്വർഗം. മലദൈവങ്ങളെയൊക്കെ സേവിച്ച് കുലദൈവങ്ങളെയൊക്കെ ആരാധിച്ച് കാട്ടിറച്ചിയൊക്കെ കഴിച്ച് രാത്രിയിലാം വലിയ മരത്തിന്റെ മുകളിലെ ഏറുമാടത്തിൽ കയറി ഉറങ്ങുന്നത് ഞങ്ങൾക്കൊരു സ്വർഗമാ. എന്നാൽ അടുത്തിടയ്ക്ക് തിരുവനന്തപുരത്തും ഊട്ടിയിലും കൊടൈക്കനാലിലും 3 വീടുള്ള ഒരു ആർട്ടിസ്റ്റിനോട് ഒരു സൈക്കാട്രിസ്റ്റ് ഒരു പ്രതിസന്ധിയിൽ സംസാരിക്കുമ്പോൾ സൈക്കാട്രിസ്റ്റിനോട് അദ്ദേഹം പറഞ്ഞ മറുപടി, നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് വീട് വലിയ വീടാ, 3 വീട് ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്, പുത്തൻ കാറുകൾ ലേറ്റസ്റ്റ് ഇറങ്ങിയതെല്ലാം എന്റെ പോർച്ചിൽ കിടപ്പുണ്ട്, ഞങ്ങൾക്ക് നല്ല സുഖമാന്നാ നിങ്ങൾ വിചാരിച്ചിട്ട്. എത്ര നാളായെന്ന് അറിയാമോന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഊട്ടിയിലും കൊടൈക്കനാലിലും വീടും പുതിയ ലേറ്റസ്റ്റ് വാഹനങ്ങളൊക്കെ കാർപോർച്ചിലും കിടക്കുന്ന കോടീശ്വരൻ ഒരു പിടി ചോറ് വാരി തിന്ന് സമാധാനമായി ഭാര്യയുടെ കൂടെ കുഞ്ഞുങ്ങളുടെ കൂടെ ഉറങ്ങിയിട്ട് നാളുകളായി. എന്നാൽ വനാന്തരത്തിൽ കഴിയുന്ന ഓണങ്കേറാമൂലയിലെ പന്നിയുടെ കുത്തേറ്റവന് സമാധാനമായി ഏറുമാടത്തെ കറന്നുറങ്ങാം. ഇതൊരു മാനസിക അവസ്ഥയാണ്. എന്നാൽ മനഃശാസ്ത്രം പറയാനല്ല ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. നിന്റെ ചങ്കിന് നേരെ പറന്നടുക്കുന്ന പ്രതിസന്ധികൾക്ക് നടുവിലും ധൈര്യത്തോടെ നിൽക്കാൻ മാനസിക കരുത്തു പകരുന്നത് സൈക്കാട്രിക് ട്രീറ്റ്മെന്റുകളല്ല, അതിനെ കവിയുന്ന ദൈവശക്തിയുടെ വ്യാപാരമാണ്. എതിരെ നിൽക്കണമെങ്കിൽ, പിടിച്ചു നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ബലം വ്യാപരിക്കണം. തിരിച്ചറിയുക, ആ പ്രതികൂലം നിനക്ക് നേരെ വരുമ്പോൾ ഓർക്കുക, ആക്കിയിരിക്കുന്ന പ്രതലത്തിൽ നിന്നും ഓടിപ്പോകാൻ നിർബന്ധിക്കുകയാണോ? ഒരു ഭാര്യ എന്ന നിലയിൽ ആക്കിയിരിക്കുന്ന ആ പ്രതലത്തിൽ നിന്ന്, ഒരു പിതാവ് എന്ന നിലയിൽ ആക്കിയിരിക്കുന്ന ആ പ്രതലത്തിൽ നിന്ന് ഓടിപ്പോകാൻ മനസ്സ് തളരുകയാണോ? പുറത്ത് കാണുമ്പോൾ ചിരിക്കുമെങ്കിലും പലരുടെയും അകം പുണ്ണുപോലെ അസ്വസ്ഥതപ്പെടുകയാണ്. പ്രാർത്ഥനാ സംഘത്തിന് വന്ന ഒരു കത്ത് ഞാൻ ഓർക്കുന്നു. ആ കത്തിനകത്ത് ഒരു സഹോദരി എഴുതിയിരിക്കുക, പാസ്റ്ററെ, വിവാഹം കഴിപ്പിച്ച് എന്റെ കുടുംബക്കാരെല്ലാം കൂടെ ഈ വീട്ടിലേക്ക് എന്നെ വിട്ടപ്പോൾ ഞാൻ ഓർത്തത് എന്റെ ഭർത്താവിന് ഞാനല്ലാതെ സന്തോഷത്തിനും സ്നേഹത്തിനും മറ്റൊരു സ്ത്രീ ഉണ്ടായിരിക്കയില്ലെന്നാണ്. പക്ഷേ 3 പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തു കഴിഞ്ഞപ്പോ തനിനിറം മനസ്സിലായി, പാസ്റ്ററെ, എന്റെ ഭർത്താവിന് ഞാനല്ലാതെ പല രഹസ്യ ബന്ധങ്ങളുമുണ്ട്. കണ്ടുമടുത്തത് കൊണ്ട് ഇനിയും ജീവിക്കണ്ട എന്ന് തീരുമാനിച്ച് ആ സഹോദരി പമ്പയാറിന്റെ കരയിൽ ഒരു ബഹുനില ബംഗ്ലാവും പണവും പ്രതാപവും പത്രാസുമായി കഴിയുന്ന ഒരു വലിയ കുടുംബമാണ്. ഒരു പക്ഷേ ഞാൻ ഇപ്പോൾ കുടുംബ പേര് പറഞ്ഞാൽ നിങ്ങളിൽ പലർക്കും ഊരും പേരും കൊണ്ട് തിരിച്ചറിയാവുന്ന കുടുംബമാ. ആ സഹോദരി കുറിച്ച വാക്കുകൾ ഇങ്ങനെ, മടുത്തത് കൊണ്ട് രാത്രിയിൽ ആത്മഹത്യ ചെയ്യേണ്ട ആറ്റുകടവ് പോയി കണ്ടുവച്ചു. ആറ്റുകടവ് കണ്ടുവച്ചു. എന്നിട്ട് രാത്രി 2 മണിക്ക് 3 പിഞ്ചു കുഞ്ഞുങ്ങൾക്കും ചുംബനം, അന്ത്യ ചുംബനം കൊടുത്തിട്ട് മുറിക്കകത്ത് നിന്ന് പുറകു കഥക് തുറന്നിറങ്ങി. ഒരു ഭ്രാന്തിയെ പോലെ ആറ്റുകടവിലേക്ക് ഓടി. ആറ്റുകടവിൽ കയത്തിലേക്ക് ചാടാൻ കല്ലിലേക്ക് ഓടി കയറി. ചാടാൻ തുടങ്ങുന്ന സമയം എന്റെ ഇളയ കുഞ്ഞ് കരയുന്ന ശബ്ദം എന്റെ കാതിൽ അലച്ചു. നിയന്ത്രണം വിട്ട് ഞാൻ തിരിച്ചോടി. കതകിനകത്തോട്ട് കയറി ചെല്ലുമ്പോ എന്റെ ഇളയ കുഞ്ഞ് എഴുന്നേറ്റിരുന്ന് മമ്മീ എന്ന് പറഞ്ഞ് ചുറ്റും തപ്പിപ്പിടിച്ചുകൊണ്ട് ഇരുട്ടിൽ നിലവിളിക്കയാ. ആ 3 കുഞ്ഞുങ്ങളെയും വാരി പുണർന്നുകൊണ്ട് ആ രാത്രിയിൽ 2:30 കഴിഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. മക്കളെ, ഈ അമ്മ ഇനിയും ആത്മഹത്യ ചെയ്യില്ല. ഈ വീട്ടിൽ ഞാൻ കുടുംബജീവിതം അഭിനയിക്കും. പാസ്റ്ററെ, കഴിഞ്ഞ 20 വർഷമായി ഞാനിവിടെ അഭിനയിക്കുന്നു. ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ എത്രയോ കുടുംബങ്ങൾക്കകത്ത് കെട്ടോടെ തകരുന്ന പ്രതിസന്ധികൾ ഉയരുന്നു. മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ അവഗണന അനുഭവിക്കുന്ന ഒരു അപ്പനുണ്ടോ? ചോദിക്കണം. ചങ്ക് നീറുന്നത് എത്ര വലുതാണെന്ന് ഒരപ്പൻ പറഞ്ഞത് ഓർക്കുന്നു. വേദനയോടെ കാച്ചിയെണ്ണയൊക്കെ പുരട്ടി അതേ പഴയ കട്ടിലിൽ ഇരിക്കുമ്പോ ബിസിനസ് കഴിഞ്ഞ മകൻ വീട്ടിലോട്ട് കയറി വരുന്ന സമയം
അടുക്കളയിലൂടെ കയറി വന്ന മകൻ എന്തോ തോന്നി, അലറിക്കൊണ്ടൊരു വരവാ മുറിക്കകത്തോട്ട്. എന്നിട്ട് നെഞ്ചിന് നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഹോ, കാലന് പോലും വേണ്ടല്ലോ. പാസ്റ്ററേ, തകർന്നു മനസ്സ്. എന്റെ ഭാര്യ മരിച്ച സമയം, വീടും പുരയിടവുമായി കഴിഞ്ഞ ഞാൻ, പുതിയ മരുമകൾ എന്റെ അടുക്കൽ വന്ന്, ഭർത്താവ് വന്ന് എന്റെ മകനോടൊപ്പം പറഞ്ഞു, പപ്പാ, പണിക്കാരെയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഈ കാലത്ത് ഈ വസ്തുവെല്ലാം കൂടെ നമുക്ക് കൊടുക്കാം, പണം വാങ്ങിച്ച് നമുക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാം, ഒരല്പം പണം കൊണ്ട് ഒരു വീടും ക്രമീകരണങ്ങൾ ടൗണിൽ വാങ്ങിക്കാം. അവന്റെ താല്പര്യത്തിന് മനം മയക്കി എന്നെ കൊണ്ട് ഇത് എഴുതി വാങ്ങിച്ച് അവസാനം അവന്റെ മാത്രം പേരിൽ ആധാരം തീർത്തു. കാലം മുൻപോട്ട് നീങ്ങിയപ്പോ ഹൈടെക് കൊച്ചുമക്കൾക്ക്, ഞാൻ ആ ഭാഷ ശ്രദ്ധിച്ചുപയോഗിച്ചതാ, ഹൈടെക് കൊച്ചുമക്കൾക്കും മരുമോക്കുമൊന്നും ഇപ്പം അപ്പൂപ്പനെ പിടിക്കാതെ വന്നു. കാച്ചിയെണ്ണയുടെ മണമുയരുകയും ഇരിക്കുന്നിടത്തിച്ചിര മൂത്രം വീഴുകയും ടൈലേൽ അല്പം ചെളിപുരളുകയും ഒക്കെ ചെന്നപ്പോൾ തന്നെ കുച്ചിപ്പുടും ഭരതനാട്യവും ഒക്കെ വീട്ടിൽ തുടങ്ങി. ആ രാത്രി പറഞ്ഞു, മോനെ, ഇന്ന് രാത്രി എവിടെങ്കിലും ഒന്ന് കിടക്കണം, നാളെ ഞാൻ പെൺകുഞ്ഞുങ്ങളുടെ വീട് തപ്പി പൊക്കോളാം, എന്തെങ്കിലും ഒന്ന് താ എന്ന് പറഞ്ഞപ്പോൾ അവൻ അടുക്കളയിലോട്ട് കയറി അരിച്ചാക്കെടുത്ത് എന്റെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു, ദേ കൊണ്ടക്കട. രാത്രിയിൽ കിടന്നത് മുൻപിലത്തെ വെയിറ്റിംഗ് ഷെഡിലാണ്. പാസ്റ്റർക്ക് പറഞ്ഞാ മനസ്സിലാകില്ല, എന്റെ നെഞ്ചിനകത്തെ മനസ്സിലാകൂ. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വേദനകൾ ഉള്ളു പൊള്ളുന്നത് പോലെ അനുഭവിച്ച് ഈ രാത്രി യോഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന എന്റെ കൂടപ്പറപ്പേ, ഈ രാത്രി 9 മണിക്ക് നീ യോഗം വിട്ട് എഴുന്നേൽക്കുന്നതിന് മുൻപ് നിന്റെ മനസ്സിനകത്ത് വിങ്ങുന്ന ഭാരത്തെ എടുത്തു മാറ്റാൻ യേശുവിന്റെ കരം ബലത്തോടെ ചലിക്കുന്നുണ്ട്. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, വിളിച്ചവൻ ദൈവമാണെങ്കിൽ അവന്റെ കരം നിന്റെ വിഷയത്തിൽ ചലിക്കും. പരിശുദ്ധാത്മാവ് രാത്രി നിന്റെ തലയ്ക്ക് മീതെ നിഴൽ വിരിച്ചുകൊണ്ട് വിലപ്പെടുന്ന രാത്രിയാണ്. ദൈവാത്മാവ് പറയുന്നു, ഭാരപ്പെടരുത്, ഓടിപ്പോകരുത്. ആ പ്രതലത്തിൽ ദൈവം നിന്നെ മാനിക്കാൻ വിശ്വസ്തനാണ്. നിങ്ങൾ തിരിച്ചറിയുക. വേദപുസ്തകത്തിലേക്ക് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഇതേ അനുഭവത്തിലൂടെ കടന്നുപോയ ഭക്തന്മാരുണ്ടോ? ഞാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളെ ഒടുവിൽ ക്രൂശിന്റെ ചുവട്ടിലേക്കും ക്ഷണിക്കാം. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വേഗം ക്ഷണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വേഗം ഒന്ന് വന്നാട്ടെ. 55-ാം സങ്കീർത്തനം അതിന്റെ 6-ാമത്തെ വാക്യം. 55-ാം സങ്കീർത്തനം അതിന്റെ 6-ാമത്തെ വാക്യം വായിച്ചാട്ടെ. Hi, I'm Trishna Mangal, the co-founder of The Yellow Box. The Yellow Box is a locally rooted enterprise in Darjeeling. Started പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ, ശ്രദ്ധിച്ചു കേൾക്കണേ, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ, എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഒരു കർത്തൃദാസന്റെ അനുഭവത്തിലാണ് തുടങ്ങിയത്. ഉള്ളു പൊള്ളുന്ന, ചങ്കു പൊട്ടുന്ന, ഇടനെഞ്ചു വേകുന്ന ഒരു വേദനിപ്പിക്കുന്ന വാക്കായിരുന്നു പറഞ്ഞിരിക്കുന്നത്. കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം നിന്നയിൽ കഴിയേണ്ടതിന് ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന്? എന്റെ ജനത്തെ വിട്ട് പോയിക്കളയേണ്ടതിന്. മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതാണ് യിരെമ്യാവിന്റെ ഭാഷ. മോശയുടെ ഭാഷയോ, എന്നെ കൊന്നുകളയണമേ, എന്റെ അരിഷ്ടത ഞാൻ ഓർക്കരുതേ. ഇതാണ് മോശയുടെ ഭാഷ. ഇനിയും വിശുദ്ധ വേദപുസ്തകത്തിൽ ഇസ്രായേലിന്റെ മധുരഗായകൻ ദാവീദിന്റെ ഭാഷ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ എഴുതിയിരിക്കുന്നത്? പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ഈ രാത്രി യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആത്മനിയോഗത്തോടെ പറയട്ടെ, ഒരു വട്ടമെങ്കിലും ജീവിതത്തിൽ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഓടിപ്പോകാൻ മനസ്സ് തളരാത്തവർ ഇതിനകത്തുണ്ടാകുകയില്ല. എന്നാൽ ഈ രാത്രി പുൾപിറ്റിൽ പ്രസംഗിക്കുവാൻ കയറും മുൻപ് പുനരാഗമനത്തെക്കുറിച്ച് പ്രസംഗിക്കണമെന്നൊരു അന്തർനിയോഗമുണ്ടായെങ്കിലും ദൈവാത്മാവ് എനിക്ക് നൽകി ദൂതിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നു, മനസ്സ് തളരുന്ന നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ നൊടിയിട കൊണ്ട് മാറ്റാൻ കഴിവുള്ള പ്രപഞ്ചാതീതനായൊരു മഹാദൈവമാണ്. ഞാൻ
സേവിക്കുന്ന ദൈവമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ രാത്രി ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, നിന്നെ സാധാരണക്കാരനല്ല ഈ രാത്രി യോഗത്തിൽ ഇവിടെ എത്തിച്ചത് കേട്ടോ, സാധാരണക്കാരനല്ല. ഇന്ന് രാത്രി കർത്താവിന്റെ കരമാണ് ഈ യോഗത്തിൽ നിന്നെ കൊണ്ടുവന്നതെങ്കിൽ ഈ രാത്രി നീ പ്രാർത്ഥിച്ച് ഈ യോഗം വിട്ട് വീട്ടിൽ എത്തുന്നതിന് മുൻപ് നിന്റെ അധ്യായത്തിന് മറ്റൊരു അധ്യായം വരുത്താൻ നീ സേവിക്കുന്ന ദൈവം ശക്തനാണ്. എന്നാൽ നീ അഭിമുഖീകരിക്കുന്ന പ്രതികൂലത്തിനകത്ത് മഹാദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇരിക്കുന്ന കസേരയിൽ ഇരുന്ന് സ്തോത്രം ചെയ്യാൻ അഭിമാനം സമ്മതിക്കാത്തത് കൊണ്ട് ഹിമാലയ പർവ്വതത്തിൽ മുനി ഇരിക്കുന്നത് പോലെ യോഗത്തിൽ എഴുന്നേറ്റ് പോകരുത്. ഈ രാത്രി വിളിച്ചു പറയണം, എന്റെ ജീവന്റെ പുറകിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ കരമുണ്ട്, അവൻ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങുകയാണ്. ഈ രാത്രി ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവങ്ങളോട് ചോദിക്കട്ടെ, ഒരു സാധാരണക്കാരനെ തൂക്കിക്കൊല്ലണമെങ്കിൽ 50 മുഴം ഉയരം വേണ്ട, 10 മുഴം ഉയരമുള്ള കഴുകുമരം മതി. ചരിത്രം അതാ പറയുന്നത്. എന്നാൽ ദൈവത്തിന്റെ ദാസനായ മൊർദെഖായി നിന്നെ തൂക്കിക്കൊല്ലാൻ 50 മുഴം ഉയരമുള്ള കഴുകുമരം പ്ലാൻ ചെയ്തതിന് ഹാമാൻ ഒരു ഉദ്ദേശമുണ്ട്. നീ അപമാനിക്കപ്പെടുന്നത് നാട് മുഴുവൻ ഒന്ന് കാണണമെന്ന് നിന്നെ കുറിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആത്മീയ ശുശ്രൂഷയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്ന അഭിഷിക്തന്മാരെ, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവ പൈതലേ, നീ അപമാനിക്കപ്പെടുന്നത് മറ്റുള്ളവരൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് കരുക്കൾ നീക്കുന്ന വ്യക്തികളുണ്ട്. എന്നാൽ ഇവൻ അറിയില്ല ഇതിന്റെ ഉടമസ്ഥന്റെ കരം ഇവന്റെ പുറകിലുണ്ടെന്ന്. കഴുകുമരം ഒരുക്കാനേ നിനക്ക് കഴിയൂ, എന്നാൽ ഏത് കഴുത്ത് വേണം ആ കഴുകുമരത്തിൽ കയറാനെന്ന് നേരത്തെ പ്ലാൻ ചെയ്ത ഒരുവന്റെ കരമാണ് ചരിത്രത്തെ തിരിക്കുന്നതെങ്കിൽ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയുന്നു, ആരുടെയും റെക്കമെൻഡ് ഇല്ലാതെ നിന്റെ വിഷയത്തിന്മേൽ എന്റെ ദൈവത്തിന്റെ കരം ചലിക്കും. 2022 തിരശീല വീഴും മുൻപ് നീ അത് ആത്മാവിൽ കാണും. ബോധ്യമുള്ള ദൈവമക്കൾ പറ, അത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അസാധാരണമായ ഒരു ദൈവിക ഇടപെടൽ എന്റെ വിഷയത്തിൽ സംഭവിക്കും. രാത്രി രാജാവിന് ഉറക്കം വരാതെ വന്നാൽ ഉറക്കം കൊണ്ടുവരാൻ ചില പദ്ധതികളൊക്കെ ഉണ്ട്. ഹിസ്റ്ററി പുസ്തകം എടുത്തുകൊണ്ട് വരാൻ അന്ന് രാത്രിയിൽ രാജാവ് ആവശ്യപ്പെടുമ്പോ ഹിസ്റ്ററി ബുക്കുമായി രാജാവിന്റെ ഉറക്കറയിലെത്തിയ വായനക്കാരൻ ആ വലിയ പുസ്തകത്തിനകത്ത് വിരൽ നീട്ടി തൊട്ടത് മൊർദെഖായി ചെയ്ത കാര്യത്തിന്റെ പേജിലായിരിക്കത്തക്ക വിധം കാര്യത്തെ നിയന്ത്രിച്ച ഒരു കരം ഇതിന്റെ പുറകിലുണ്ടെങ്കിൽ നീ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു അധ്യായം നിന്റെ ശുശ്രൂഷയ്ക്കും ജീവിതത്തിനും പുറകിൽ നിന്റെ ആയുസിന്റെ കണ്ണ് അത് ദിവസങ്ങൾ തീരും മുൻപ് തുറന്നു വെച്ചിട്ട് പ്രകൃതിയാതീതമായ ഒരു ഇടപെടൽ ആ വിഷയത്തിൽ സംഭവിക്കുമെന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, ഞാൻ അന്ധനെ സേവിക്കാൻ ഇറങ്ങിയതല്ല, എന്റെ ദൈവം ചരിത്രത്തിന്മേൽ ഇടപെടാൻ തുടങ്ങുകയാണ്. നിലവിളി ഉയരുകയാണ്, അസാധാരണമായ നിലവിളി. എന്താ ഈ അസാധാരണമായ നിലവിളി? അപ്പ് പിതാവ്, ശാലേം സമാധാനം, അബ്ശാലോം അപ്പന് സമാധാനം. ഇവന്റെ കുഞ്ഞിക്കാല് കണ്ടേ പിന്നെ ഈ അപ്പൻ സമാധാനം അനുഭവിച്ചിട്ടില്ല. ചിലരുടെ കാര്യം അങ്ങനാണല്ലോ. ഒരു കാര്യം ഓർക്കുക, സ്തോത്രം, കാതിലൊരു ശബ്ദം മുഴങ്ങി. അപ്പന് എതിരെ മകൻ കൂട്ടുകെട്ടുണ്ടാക്കി സൈന്യത്തെ സംഘടിപ്പിച്ചിരിക്കുന്നു. ഗതസമനയിലെ പ്രാണവേദനയിൽ നമ്മുടെ നാഥൻ നിലവിളിച്ചതുപോലെ തന്നെ ഇവിടെ നിലവിളി ഉയരുമ്പോൾ മറ്റൊരു വാർത്ത എത്തി. സ്തോത്രം, തന്റെ വിശ്വസ്ത മന്ത്രി ബുദ്ധിരാക്ഷസൻ അഹീതോഫേൽ തന്നെ കൊല്ലാൻ പദ്ധതികളുമായി കരുക്കൾ നീക്കുന്ന തന്റെ മകന്റെ ആലോചനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു. തന്റെ ഉറ്റ ചങ്ങാതി ഹുശായ് അവന്റെ നിലപാടിനെ കുറിച്ച് വ്യക്തതയില്ലാതെ എത്തിയിരിക്കുന്നു. ഇല്ല, ഞാൻ അപമാനിക്കപ്പെടും, ഞാൻ ഈ പ്രതലത്തിൽ തകർന്നു പോകും, എനിക്കെതിരെയുള്ള കൂട്ടുകെട്ടുകൾ പ്രബലമാണ്. മനസ്സ് തകർന്ന് തലയിൽ പൂഴി വാരിയിട്ട് കാലിൽ ചെരുപ്പിടാതെ ഒലിവുമലയുടെ കയറ്റം കയറുമ്പോൾ അഭിഷിക്തന്റെ അധരങ്ങൾ നിലവിളി ഉയരുന്നു. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നു എങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ഇന്ന് രാത്രി ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോ നീ അനുഭവിക്കുന്ന അനുഗ്രഹത്തിന്റെ റോസാപ്പൂക്കൾക്ക് വേണ്ടി മാത്രമല്ല,
നീ സഹിക്കുന്ന മുള്ളുകളുടെ പുറകിലും വിളിച്ച ദൈവത്തിന്റെ കരം ഉയരുന്നു. ഇത് നിന്നെ തകർക്കാനല്ല, നിന്നെ തിളക്കമുള്ളവനാക്കി പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന്റെ കരം ഈ വിഷയത്തിന്റെ പുറകിലുണ്ട് എന്ന ബോധ്യം അകത്തനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയണം, ശോധന എന്നെ തകർക്കുകയില്ല, എന്നെ വിശേഷ അഭിഷേകത്തോടെ പുറത്തിറക്കും. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതിന് പ്രിയപ്പെട്ടവരോട് നിരാശയുടെ ബന്ധനങ്ങളെ തട്ടി തകർത്തുകൊണ്ട് പ്രാർത്ഥനയിൽ ചിറകടിച്ച് പറക്കാൻ ഒരു വിശേഷ അഭിഷേകം എൻ്റെ ദൈവം നിന്റെ മേൽ പകരുകയാണ്. കാരണം കാര്യത്തിന്മേൽ ദൈവത്തിന്റെ കരം ഇടപെടുന്നത് നീ നേരിട്ട് കാണാൻ തുടങ്ങുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. എന്തിന്? സ്വന്തം മകൻ, പദ്ധതികൾ ആസൂത്രണം ചെയ്ത സ്വന്തം മകൻ കുതിരപ്പുറത്ത് കയറി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയം, തലമുടി കരിവേലകത്തിൽ ചുറ്റി താഴേക്ക് തൂങ്ങിക്കിടക്കുമ്പോ 10 ബാല്യക്കാർ ഒരുമിച്ച് ചേർന്ന് അടിച്ചു കൊല്ലുകയാണ്. രാത്രി ഓർക്ക, ഇത്രയേ ഉള്ളൂ ദൈവത്തിന്റെ കരം വിഷയത്തിന്മേൽ ചലിച്ചാൽ. പണ്ടൊരിക്കൽ ഈ ഉപദേശി വനാന്തരത്തിൽ ആട് മേയിച്ചുകൊണ്ടിരുന്നപ്പോ ആരോ വിളിച്ചു പറഞ്ഞു, ദാവീദേ ഓടിവാ, ശൗലിന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. കൊട്ടാരത്തിലേക്ക് ഓടിച്ചെല്ലുന്ന അഭിഷിക്തന്റെ കയ്യിലെ കിന്നരമെടുത്ത് പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോ കൂകുന്ന, കുരയ്ക്കുന്ന, ചെലയ്ക്കുന്ന, വായിലും മൂക്കിലും കൂടെ തുപ്പലുമൊക്കെ ഒലിപ്പിച്ചിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഭ്രാന്തൻ ശൗൽ. ദുരാത്മാവ് വിട്ടകലുന്ന സമയം തന്നെ മുൻപിലിരിക്കുന്ന കുന്തമെടുത്ത് അഭിഷിക്തന്റെ ചങ്കിന് നേരെ ചാണ്ടിയവനാണിവൻ. സ്തോത്രം. എന്നാൽ ഒരു കാര്യം ഓർക്കുക, പ്രതികാരത്തിന് വേണ്ടി ഉന്നം തെറ്റാതെ തിരിച്ച് കൈകാര്യം ചെയ്യാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്യാതെ നീതിയോടെ വിധിക്കുന്നവെങ്കിൽ എൻ്റെ ദൈവം കാര്യം ഫലമേൽപ്പിക്കാൻ അഭിഷിക്തൻ അവസരം കൊടുത്തു. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന എൻ്റെ കൂടപ്പിറപ്പേ, നിന്റെ അകത്ത് നീ അനുഭവിക്കുന്ന ചില പോരാട്ടങ്ങളുടെ, കുന്തമുനകളുടെ വെല്ലുവിളികൾക്ക് മുൻപിൽ നേർക്കുനേർ പ്രതികരിക്കാൻ കരമെടുക്കരുത്. നീതിയോടെ വിധിക്കുന്നവന്റെ കൈകളിലേക്ക് കാര്യം ഫലമേൽപ്പിച്ചു കൊടുക്കുക. അവൻ ചരിത്രത്തെ തിരിക്കുന്ന ദിവസങ്ങൾ വരാൻ തുടങ്ങുന്നു. ഈ പകുതിയിൽ, ഈ കൺവെൻഷനിൽ നിന്നുകൊണ്ട് വിശ്വസിക്കുന്ന ദൈവമക്കളുടെ മുൻപിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, എൻ്റെ ദൈവത്തിന്റെ കരം നിന്റെ വിഷയത്തിന്മേൽ ചലിക്കാൻ തുടങ്ങുന്നു. നിനക്കെതിരെ ഉയർന്നിരിക്കുന്ന കുന്തത്തിന്മേൽ എൻ്റെ ദൈവം ഡേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ആത്മഹത്യ കൊണ്ട് പോലും പരിഹാരമുണ്ടാകാതെ ദൈവകരം വിഷയത്തിന്മേൽ അവസാനം വരെ ചലിച്ചിരിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറ, ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ കരമുയരുകയാണ്. ഞാൻ പറഞ്ഞ വാക്ക് ബുദ്ധിയോടെ പറഞ്ഞതാ, ശ്രദ്ധിച്ചു പറഞ്ഞതാ. ആത്മഹത്യ കൊണ്ട് പോലും വിധി പൂർണ്ണമാകില്ല. ഗിൽബോവ പർവ്വതത്തിലോട്ട് ഓടിക്കയറി വരുന്ന ഒരുവൻ കാണുന്നത് കുന്തത്തിലേക്ക് ശരീരം വീണ് ഒരുപക്ഷെ ഉദരം തുളച്ചപ്പുറത്ത് കടന്ന കുന്തത്തിൽ ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്ത രംഗമല്ലേ? ഉടൽ ഒരിടത്ത്, തല ഒരിടത്തെന്ന മട്ടിൽ അവസാനിക്കുക. പക്ഷേ ഗിൽബോവ പർവ്വതത്തിലെ ആത്മഹത്യയിൽ കുന്തത്തിൽ വീണ് കിടക്കുന്ന ഡെഡ് ബോഡി മരണം കൊണ്ടും കഥ തീർന്നില്ല. അന്ന് രാത്രി ബേത്ശേമ്യർ നടന്നു വന്ന് ഇദ്ദേഹത്തിന്റെ കുന്തം ഉൾപ്പെടെയുള്ള ബോഡി പൊക്കിയെടുത്ത് കാണുമെന്നാണ് എന്റെ ചിന്ത. നേരെ അവരുടെ ക്ഷേത്രത്തിന്റെ ചുവരിലേക്ക് ഈ കുന്തം ഉൾപ്പെടെ അടിച്ചു താഴ്ത്തി ഈ ശൗലിന്റെ ബോഡി തൂക്കി നിർത്തിയപ്പോ എന്തുകൊണ്ട് ആത്മഹത്യ കൊണ്ട് വിധി തീരാതെ ആ അറപ്പടിയിൽ ബോഡി തൂങ്ങി നിൽക്കേണ്ടി വന്നു? ഒരു വസ്തുത ഓർക്കുക, കണക്ക് തീർക്കേണ്ടതിന് ദൈവത്തിന്റെ കാര്യപരിപാടി ചലിക്കുകയായിരുന്നു. വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന ദൈവപൈതലേ, നിന്റെ സഹോദരന്മാരുടെ മധ്യത്തിൽ നീ അപമാനിക്കപ്പെടത്തക്ക വിധം പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നീങ്ങിയവനും അവന്റെ തലമുറകളും, സ്തോത്രം, പർവ്വതത്തിൽ ആത്മഹത്യ ചെയ്ത് അറപ്പടിയിൽ ബോഡി തൂങ്ങി ചരിത്രം അവസാനിച്ചപ്പോൾ അഭിഷേക തൈലം വീണ് ആത്മബലം ഏറ്റുവാങ്ങിയ നിന്റെ ആയുധവർഗത്തെ ചരിത്രം കണ്ടിട്ടില്ലാത്ത ജ്ഞാനിയായ ശലോമോന് കൈമാറിക്കൊണ്ട് നിന്റെ ശിരസിനെ ഉയർത്തിയ ദൈവമാണ് നീ സേവിക്കുന്ന ദൈവമെങ്കിൽ നിരാശയുടെ അധ്യായങ്ങൾക്ക് എന്റെ ദൈവം മാറ്റം വരുത്തുമെന്ന് മാത്രമല്ല, അധികം താമസിക്കാതെ ആ പ്രതലത്തിൽ ദൈവം ഇറങ്ങി ഇടപെടും. ഇന്ന് രാത്രി ആത്മാവിൽ പറ, വിളിച്ചവൻ സാധാരണക്കാരനല്ല, വിളിച്ചവൻ ദൈവമാണെങ്കിൽ ഈ വിഷയത്തിൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഒരു വസ്തുത മറക്കരുത്, പ്രാർത്ഥനയുടെ പ്രതലത്തിന് പോളിഷ് ചെയ്ത് ദൈവം ശക്തി വർദ്ധിപ്പിക്കണോ? വനാന്തരത്തിൽ കഴിഞ്ഞ കാലത്ത് പ്രാർത്ഥനയ്ക്ക് ഒരു രീതി ഉണ്ടായിരുന്നു. എന്താ? ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും എന്റെ സങ്കടം ബോധിപ്പിച്ച് കരയും.
നിന്റെ നീതിയുള്ള ന്യായവിധികൾ ഹേതുവായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. ഈ അഭിഷിക്തന്റെ ശൈലിയായിരുന്നു. രാവിലെ പ്രാർത്ഥന, ഉച്ചയ്ക്ക് പ്രാർത്ഥന, വൈകിട്ട് പ്രാർത്ഥന, അർദ്ധരാത്രിയിൽ അലാറം വെച്ച് എഴുന്നേറ്റുള്ള പ്രാർത്ഥന. അത് മാളത്തിൽ കിടന്ന കാലത്തെ പ്രാർത്ഥനയാണ്. പക്ഷെ മാളത്തിൽ നിന്ന് മാളികയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ രാവിലത്തെ ഉറക്കം, ഉച്ചയ്ക്കത്തെ ഉറക്കം, വൈകിട്ടത്തെ ഉറക്കം, ആത്മനിയോഗത്തോടെ പറയട്ടെ, അനാവശ്യമായ കുളിക്കടവിൽ കണ്ണുപോയി. കണ്ണ് പോയതിന്റെ പുറകെ ആള് പോയി. ആള് പോയതിന്റെ പുറകെ ബത്ശേബ കൊട്ടാരത്തിലെത്തി. കൊട്ടാരത്തിനകത്ത് അന്തഃപുരത്തിൽ ഒരു കുട്ടിക്കല്യാണം നടന്നു. മ്ലേച്ഛതകൾ പലതും അരങ്ങേറി. ഈ നിലയിൽ മുൻപോട്ട് പോയാൽ നിന്റെ തകർച്ച അടുത്തു എന്ന് ദൈവത്തിനറിയാം. മറക്കരുത്, മാളത്തിൽ കിടന്ന കാലത്ത് നീ പ്രാപിച്ച ദൈവകൃപ മാളികയിൽ പാർക്കുന്ന കാലത്ത് നിന്നിൽ നിലനിന്നില്ലെങ്കിൽ നിന്നെ പോളിഷ് ചെയ്യേണ്ടതിന് ചില പരിശോധനകളുടെ കൊടുങ്കാറ്റുകൾ നിനക്ക് നേരെ കൈപ്പോടെ കരയത്തക്ക വിധം ദൈവം അറിഞ്ഞുകൊണ്ട് അനുവദിക്കും. അത് നിന്നെ തകർക്കാനല്ല, മാളത്തിലെ ആത്മീയത മടക്കി തരണമെങ്കിൽ മാളികയ്ക്കകത്ത് ഈ ശോധന അനുഭവിച്ചേ പറ്റൂ. കാലം ദൈവത്തിന്റെ കരം തന്നെ കാര്യങ്ങളുടെ മേൽ ഇടപെട്ടു. സഹിക്കാൻ കഴിയാത്ത ചില ശോധനകൾ ദൈവം അറിഞ്ഞുകൊണ്ട് അനുവദിക്കും. എന്തിന്? ഭക്തനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി പൂർണ്ണമാക്കാൻ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സ്നേഹിതൻ തന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ വാക്കുകൾ. ദാമ്പത്യ ജീവിതത്തിൽ ഏക മകൻ, 2.5 വയസ്സുകാരൻ. ഒരു ജോലി കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും ഒരുമിച്ചായിരിക്കുമ്പോ ഡൈനിങ് ടേബിളിൽ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കളിച്ച കുഞ്ഞ് ഡൈനിങ് ടേബിളിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് നിലത്തേക്ക് നെറ്റിയടിച്ച് വീണ് തൽക്ഷണം മരിച്ചു. ഈ ബോഡിയിൽ കെട്ടിപ്പിടിച്ച് ഒരുപാട് അലറിക്കരഞ്ഞു. ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും മരണം ഉറപ്പാക്കപ്പെട്ടു. പോസ്റ്റ്മോർട്ടവും ശവമടക്കമൊക്കെ കഴിഞ്ഞു. എന്റെ ഒരു സ്നേഹിതനോടൊപ്പം സെമിട്രിയിൽ നിന്നുള്ള ആദ്യത്തെ വണ്ടിക്ക് ഈ പിതാവ് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു ഭ്രാന്തനെ പോലെ കതകങ്ങോട്ട് വലിച്ചു തുറന്ന് അകത്തോട്ടങ്ങോട്ട് കയറി. കവണ് വീഴുന്നതിന് മുമ്പ് ഒരലറിപ്പറച്ചിലുണ്ടായി. ആ അലറിപ്പറച്ചിൽ എന്റെ സ്നേഹിതൻ കേട്ടു. കേട്ട വാക്കിങ്ങനാ, അയ്യോ ദൈവമേ, നീ ഇത്ര ക്രൂരനാണോ? എന്റെ ഏക പൈതലിനെ നീ അടർത്തി മാറ്റിയില്ലേ? ആ സമയം ഉച്ച കഴിഞ്ഞ് ഇദ്ദേഹം കരഞ്ഞ് കരഞ്ഞ് ഉറങ്ങിപ്പോയി. എന്റെ സ്നേഹിതൻ സിറ്റ് ഔട്ടിൽ പുറത്ത് കാത്തിരിക്കുക. 2 മണിക്കൂർ കഴിഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോ ഈ പിതാവ് കണ്ണ് തുടച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ചില മിനിറ്റുകൾക്ക് മുൻപ് വ്യക്തമായി ഒരു സ്വപ്നം കണ്ടു. അത് ദർശനമെന്നേ പറയാൻ പറ്റൂ. യേശു തന്റെ സ്ക്രീനിൽ എന്നെ കാണിച്ചു തന്നു. മോനെ, നിന്റെ 12ാമത്തെ വയസ്സ് എന്റെ മുൻപിൽ ഒരു മിഷനറിയാകാൻ നീ നിന്നെ സമർപ്പിച്ചു. നിന്റെ 15ാമത്തെ വയസ്സ് എന്റെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് നീ മുൻപോട്ട് നീങ്ങി. നിന്റെ 19ാമത്തെ വയസ്സ് നീ ഒരു പ്രേമബന്ധത്തിൽ അകപ്പെട്ടു. നിന്റെ 20ാമത്തെ വയസ്സ്, നിന്റെ 24ാമത്തെ വയസ്സ്, ആ വഴി വളരെ മുന്നേറി. അവിടൊക്കെ ഞാൻ നിന്നെ തടഞ്ഞു. അവിടെ നിന്നെല്ലാം എന്റെ കൈ നീ തട്ടിക്കളഞ്ഞു. നിന്റെ 26ാമത്തെ വയസ്സ് വിവാഹത്തിന് നീ കൈകൊടുത്തു. നിനക്ക് തലമുറയുണ്ടായി. പലവട്ടം ഞാൻ വിളിച്ചു, അവിടെല്ലാം നീ എന്റെ കൈ തട്ടിക്കളഞ്ഞു. അവസാനം നിന്റെ ഏക പൈതലിനെ എന്റെ അടുക്കലേക്ക് വിളിച്ചുകൊണ്ട് കഷ്ടതയ്ക്ക് നടുവിലൂടെ നിന്നോട് ആദ്യ പ്രതിഷ്ഠയ്ക്കായി ഞാൻ നിന്നെ വിളിക്കുന്നു. ഇന്ന് രാത്രി ഈ പ്രസംഗത്തിന് അവസാന കുത്തിടും മുൻപ് അനുഭവിക്കുന്ന ചില ശോധനകൾ നെഞ്ചിന് നേരെ ഇടിച്ചു കയറുമ്പോ ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ച് ഒരു പ്രവാചകന്റെ മുൻപിൽ മുട്ടുകുത്തുന്നതിനേക്കാൾ പ്രാർത്ഥനാ മുറിയിൽ കർത്തൃസന്നിധിയിൽ മുട്ടുകുത്തിയാൽ ഇന്നലകളിൽ നഷ്ടപ്പെട്ട ആത്മീയ തിളക്കം നിന്റെ അന്തരാത്മാവിലേക്ക് മടക്കി തന്ന് നിന്നെ കരുത്തനാക്കാനുള്ള ദൈവശക്തി നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുമ്പോൾ ഏറ്റെടുക്കാൻ കഴിയുന്നെങ്കിൽ ഇന്ന് രാത്രി ഏറ്റെടുത്തുകൊണ്ട് പറ, ഞാൻ അനുഭവിക്കുന്ന ഈ മുള്ളുകളുടെ പുറകിൽ എൻ്റെ ദൈവത്തിന് മഹത്തായ പദ്ധതിയുണ്ട്. ഇതെന്നെ തകർക്കാനല്ല, ഇതെന്നെ പണിയാനുള്ള ദൈവകരം ചലിക്കലാണ്. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബൈബിൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ
വചനം ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വാ തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ എത്ര പ്രിയപ്പെട്ടവരുടെ നാവുകൾ ദൈവസന്നിധിയിലേക്കൊന്ന് ഉയരും. ഇടത്തും വലത്തും ഇരിക്കുന്നവരെ നോക്കാതെ, മുൻപിലും പുറകിലും ഇരിക്കുന്നവരെ നോക്കാതെ, ഇന്ന് രാത്രി ദൈവത്തിന്റെ തേജസ് നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഈ രാത്രി ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദൈവത്തിന് ആത്മാവിൽ രാത്രിയിലെ വ്യക്തികളോട് പറയുന്നു, ഇല്ല, നിരാശപ്പെടരുത്, നിരാശപ്പെടരുത്. നിരാശയിലേക്ക് മൂക്കുകുത്താൻ ശ്രമിച്ചാൽ പലതും നിന്റെ മേൽ ആധിപത്യം പുലർത്തും. നിരാശയുടെ ആദ്യത്തെ ലക്ഷണം ഞാൻ പറയാം. ആദ്യത്തെ ലക്ഷണം ഉൾവലിവാണ്, ഡിപ്രഷനാണ്. മനസ്സ് തകർന്നാൽ ആദ്യം സംഭവിക്കുന്ന ഡിപ്രഷനിലേക്ക് പോകും. ചില ആളുകൾക്ക് നിരാശ കയറി കഴിഞ്ഞാൽ കട്ടിൽ കയറി കിടക്കും. രാവിലെ മുതൽ വൈകിട്ട് വരെ കിടപ്പോട് കിടപ്പ്. ജീവിതത്തിലെ നന്മയൊന്നും കാണുകയില്ല. ചില ആളുകൾ മദ്യത്തിൽ അഭയം തേടും. സ്തോത്രം. മയക്കുമരുന്നിൽ അഭയം തേടും. ഒരിക്കൽ മദ്യത്തിന് മുൻപിൽ നിന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ ഭാഷ ഞാൻ ഓർക്കുന്നു. മദ്യമേ, എനിക്ക് നിന്നോട് വെറുപ്പാണ്. കണ്ണാൽ ഒരു മണി നിന്നെ കാണുന്ന എനിക്ക് ഇഷ്ടമല്ല. നീ എന്നെ കൊല്ലും എന്നെനിക്ക് ഉറപ്പാണ്. പക്ഷെ നിന്നെ ഇല്ലാതെ ജീവിക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. കണ്ടോ? ഇന്ന് രാത്രി പറയട്ടെ, മദ്യത്തിൽ അഭയം തേടും. കഴിഞ്ഞ ഉത്സവകാലത്ത് കേരളം കുടിച്ചു നിർത്തതിന്റെ സ്ഥിതി വരെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല, ഞെട്ടിപ്പിക്കുന്നതാ. ചില ആളുകൾ വൈരാഗ്യ മനോഭാവത്തോടെ ഇടപെടും. അകത്ത് പകയാളിക്കത്തും. അതുകൊണ്ട് ദാവീദിന് ആ വൈരാഗ്യ മനോഭാവം ഉണ്ടായി. സംഹരിച്ചവരുടെ നാവുകളെ ചിന്തിക്കളയണമേ, വൈരാഗ്യ മനോഭാവം. എന്നാൽ ഒടുവിലത്തെ ഒരു രംഗമുണ്ട്. അനുഭവിക്കുന്ന പരിശോധനയ്ക്ക് നടുവിൽ ദൈവസന്നിധിയിൽ വിഷയം വെച്ചിട്ട് പറയും, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നിനക്കെതിരെ തന്ത്രം ഒരുക്കിയവരെ ദൈവം കൈകാര്യം ചെയ്യുകയും നിനക്കെതിരെ കാര്യപരിപാടികൾ നീക്കിയവരുടെ മേൽ ദൈവത്തിന്റെ കരം ഉയരുകയും ചെയ്യുമ്പോൾ നിനക്ക് മനസ്സിലാകും, നീ സാധാരണക്കാരനല്ല, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഈ രാത്രി മറക്കരുത്. രണ്ടാമത്തെ അഭിഷിക്തൻ പറയുകയാണ്, പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ഞാൻ ഈ വേദപുസ്തക ചരിത്രത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും കരുത്തനായ ഒരു കർത്തൃദാസൻ. ബോഡി ലാംഗ്വേജിൽ കരുത്തൻ, അപ്പോൾ തന്നെ മാനസിക തലത്തിൽ കരുത്തൻ. രണ്ടിന്റെ ഒരുപോലെ കരുത്തായിട്ടുള്ള വളരെ ചുരുക്കം പേരെ കാണാറുള്ളൂ. ഇതുപോലെ രണ്ട് തലത്തിലും കരുത്തനായ ഒരു കർത്തൃദാസനുണ്ട്. ഒരു വേട്ടപ്പട്ടിയുടെ ശൗര്യത്തോടുകൂടെ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ചാടിക്കയറി ചെന്നിട്ട് അവന്റെ മുഖത്ത് ചൂണ്ടി, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇസ്രയേലിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറയത്തക്ക വിധത്തിൽ ദൈവം ഉപയോഗിച്ച ഒരു കാലഘട്ടത്തിന്റെ പ്രവാചകനുണ്ട്, ദൈവത്തിന്റെ ദാസൻ ഏലിയാവ്. അദ്ദേഹത്തിന് ബോഡി ലാംഗ്വേജിലും കരുത്തനായിരുന്നു, അദ്ദേഹത്തിന്റെ മാനസിക തലത്തിലും കരുത്തനായിരുന്നു. രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ശക്തനായി കയറി ചെന്ന് അവനെ മുഖത്ത് ചൂണ്ടിക്കൊണ്ട് ഇത് പറയണമെങ്കിൽ സാധാരണ ധൈര്യം പോലെ അസാധാരണ ധൈര്യം വേണം. മഹാരാജാവിനെയും അനുചരന്മാരെയും കൊട്ടാരത്തിലെ കസേരയിൽ നിന്ന് ഇറക്കി, സ്തോത്രം, ഒറ്റയാൻ പട്ടാളമായി നിന്ന ഇദ്ദേഹത്തിന്റെ മുൻപിൽ പുല്ല് തേടി ഇറങ്ങത്തക്ക സ്ഥിതിയിലേക്ക് എത്തിക്കുന്ന മാത്രമല്ല, ഇടവേളയിൽ ഒരുമിച്ച് കണ്ടപ്പോൾ ഇസ്രയേലിനെ കഷ്ടപ്പെടുത്തുന്നവൻ നീയും നിന്റെ പിതൃഭവനവും എന്ന് പറയത്തക്ക വിധത്തിൽ ഭാഷാപരമായി പോലും രാജാവിനെ ഭയപ്പെടാത്ത അസാധാരണ ധൈര്യം. നിങ്ങൾക്കറിയാമോ, സ്തോത്രം, ഒരു വെൺകീർ മേഘം പോലും തലയ്ക്ക് മുകളിൽ നിഴൽ വിരിക്കാത്ത സമയം കൈപ്പത്തിയോളം മേഘം, ഒരു മനുഷ്യന്റെ കൈ പോലെ മേഘം ഉയരുന്നത് കണ്ടുകൊണ്ട് ഈ കർത്തൃദാസൻ പ്രാർത്ഥനയ്ക്ക് മുഴങ്കാൽ മടക്കിയ രംഗത്തിന്റെ പശ്ചാത്തലം നമ്മൾ തിരിച്ചറിയുമ്പോൾ ഇദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ടു എന്നാണ്. കർത്തൃദാസന്മാരായ ഞങ്ങളോടൊക്കെ ചോദിക്കണം, മുഴങ്കാലുകൾക്കിടയിൽ തലയിടണമെങ്കിൽ അതിപ്രധാനമായി വയറൊട്ടും ഉണ്ടാകരുത്. അപ്പോ ഏലിയാവിന് ഒട്ടും വയറില്ലായിരുന്നു എന്നത് വ്യക്തമാണ്. അങ്ങനെ പ്രാർത്ഥിച്ചെന്ന് മാത്രമല്ല, ചില മിനിറ്റുകൾക്കുള്ളിൽ ഇദ്ദേഹം ഒരു യുദ്ധവീരനായിട്ടങ്ങ് മാറി. അശേരയുടെയും ബാലിന്റെയും പ്രവാചകന്മാരെ വെട്ടി നുറുക്കത്തക്ക വിധത്തിൽ ഇദ്ദേഹത്തിന്മേൽ വ്യാപരിച്ച ഒരു സന്നദ്ധ യോദ്ധാവിന്റെ ശക്തിയായിരുന്നു. ഇനിയും സ്തോത്രം, ആഹാബിന്റെ പെൺകുതിരകളെ കെട്ടിയോടുന്ന രാജരഥത്തിന്റെ മുൻപിൽ ഇസ്രയേലിൽ എത്തുന്നത് വരെ ഓടാൻ കഴിയണമെങ്കിൽ ഒരു മാരത്തേൺ ഓട്ടത്തെക്കാൾ കരുത്തനായ ഓട്ടത്തിന് ഇദ്ദേഹത്തിന് ബോഡി ലാംഗ്വേജിൽ ശക്തി ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആരോഗ്യകരമായും ശക്തനാണ്, ബോഡി ലാംഗ്വേജിൽ
ആഹാബിന്റെ പെൺകുതിരകളെ കെട്ടിയോടുന്ന രാജരഥത്തിന്റെ മുൻപിൽ ഇസ്രയേലിൽ എത്തുന്നത് വരെ ഓടാൻ കഴിയണമെങ്കിൽ ഒരു മാരത്തേൺ ഓട്ടത്തെക്കാൾ കരുത്തനായ ഓട്ടത്തിന് ഇദ്ദേഹത്തിന് ബോഡി ലാംഗ്വേജിൽ ശക്തി ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആരോഗ്യകരമായും ശക്തനാണ്, ബോഡി ലാംഗ്വേജിലും ശക്തനാണ്, മാനസിക ബലത്തിലും ശക്തനാണ്. ഇദ്ദേഹത്തിന്റെ ചെവിയിൽ ഒരു ശബ്ദം മുഴങ്ങി. നാളെ ഈ നേരത്ത് ഇസബേലിന്റെ വാക്കുകളാണ്. സ്തോത്രം. എന്റെ പ്രവാചകന്മാരിൽ ഒരുവനെ പോലെ നിന്നെ ആക്കുന്നില്ലെങ്കിൽ കാതിൽ വന്നലച്ച ഈ ശബ്ദത്തിന് മുൻപിൽ ഏലിയാവ് ഇതാ ചെന്ന കൊതയെ ഒരു ചൂരച്ചെടി തണൽ തളർന്നു കിടക്കുമ്പോൾ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മതി യഹോവേ മതി, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ലല്ലോ. ഇന്ന് രാത്രി പറയട്ടെ, നീ കരുത്തനാണെങ്കിൽ പോലും അസാധാരണമായ ചില മാനസിക അവസ്ഥകളിൽ നിരാശ ആധിപത്യം പുലർത്തിയിട്ട് ഇതിനേക്കാൾ നല്ലത് മരണമാണ് എന്ന് പറയത്തക്ക വിധത്തിൽ ഇരുട്ടിന്റെ ശക്തികൾ നിന്റെ മനസ്സിനെ തളർത്തുമ്പോൾ ഇതുവരെ അനുഭവിക്കാത്ത ദൈവസാന്നിധ്യത്തിന്റെ വ്യാപാരത്താൽ നിന്നെ ശക്തനാക്കാൻ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ കർത്താവിന്റെ കരം ചലിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നീ അവിടെ പുഴുവരിച്ച് കിടക്കേണ്ട ഒരു അനാഥ പ്രേതമാകേണ്ടവനല്ല, അഗ്നി അശ്വരഥങ്ങളിൽ ഉയരങ്ങളിലേക്ക് പറന്ന് കയറേണ്ടവനാണ്. നിന്റെ ഭാവി പദ്ധതി എന്റെ ദൈവം കരുതി വച്ചിരിക്കെ എന്തിന് തലകുരിച്ച് നിരാശപ്പെടണം? ഇന്ന് രാത്രി വിളിച്ചു പറ, എന്നെ കുറിച്ച് മഹത്തായ പദ്ധതി ഞാൻ സേവിക്കുന്ന ദൈവത്തിനുണ്ട്. ഞാൻ പറയട്ടെ, എന്താ ഈ ഏലിയാവിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി? നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. അധികം താമസിയാതെ യോർദാന്റെ അങ്ങേക്കരയിലേക്ക് ഏലിയാവും ഏലിശയും ഒരുമിച്ച് നടന്നു കയറും. അഗ്നി അശ്വരഥങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരും. ഏലിയാവിനെ അതിലോട്ട് കയറ്റിയിരുത്തും. ആത്മമണ്ഡലത്തിൽ ഇവൻ മേഘത്തേരിൽ മുകളിലേക്ക് പറന്നു കയറും. സ്വർഗ പറുദീസയിൽ ഇവന്റെ ഭൗതിക ശരീരം മനുഷ്യകുലത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടും. ഒടുവിൽ മറൂപമലയിൽ തന്റെ പുത്രൻ ദൗത്യ നിർവഹണത്തിനായി ഇറങ്ങി വന്ന് മാനസിക തളർച്ച അനുഭവിക്കുമ്പോൾ അവനെ ധൈര്യപ്പെടുത്തുവാൻ പത്രോസും യാക്കോബും യോഹന്നാനും നോക്കി നിൽക്കെ ഇറങ്ങി വന്ന് ഒലിവുമലയിൽ ഇവനോട് നേരിട്ട് സംസാരിക്കുന്ന രംഗം ചരിത്രത്തിലുണ്ടാകും. അതിനുശേഷം വീണ്ടും ഉയരങ്ങളിലേക്ക് കയറിപ്പോകും. ഒടുവിൽ എതിർ ക്രിസ്തുവിന്റെ ഭീകര പീഡയുടെ ചോരച്ചെളിയിൽ പലസ്തീൻ നാട് വിവർണമാകുന്ന കാലത്ത് ആ ജനതയ്ക്ക് നടുവിൽ ദൈവപ്രവൃത്തിയുടെ അടയാളമാകാൻ മനുഷ്യ ശരീരത്തിൽ അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. എതിർ ക്രിസ്തുവിനാൽ കൊല്ലപ്പെടുമ്പോൾ ലോകത്തിലെ കോടിക്കണക്കിന് ആളുകൾ വെബ്സൈറ്റുകളിലൂടെയും മീഡിയകളിലൂടെയും അവൻ കാലൂന്നി എഴുന്നേൽക്കുന്ന കാഴ്ച കാണും. അങ്ങനെ അവൻ മഹത്വത്തിലേക്ക് പോകും. ഇന്ന് രാത്രി മരണം കൊതിച്ച ആ അഭിഷിക്തൻ മനുഷ്യകുലത്തിൽ നിന്ന് പച്ച മാംസത്തിൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ സംരക്ഷിക്കപ്പെടുന്നു എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയണം, ഇതിന് മുകളിൽ വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യത്തിന് മുൻപിൽ അവൻ സംരക്ഷിക്കപ്പെട്ടെങ്കിൽ ആ നിരാശ എന്നെ ബാധിക്കാൻ പാടില്ല. യെസ്, കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമോ? ഇന്ന് രാത്രി കർത്താവിന്റെ കരം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇവിടെ എത്തിച്ചത് സാധാരണ തലത്തിലല്ല. ഏലിയാവേ, ഇന്ന് രാത്രി ഏലിയാവന്മാരോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. പട്ടി നാളെ തിന്ന് തീർക്കേണ്ടവളുടെ ഭീഷണിയിലാണോ ഉയരങ്ങളിലെത്തി യുഗങ്ങളുടെ ശുശ്രൂഷ ചെയ്യേണ്ട നീ മരണം കൊതിക്കുന്നത്? ഒരിക്കൽ കൂടെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, പട്ടി നാളെ തിന്ന് തീർക്കേണ്ടവളുടെ ഭീഷണിക്ക് മുൻപിലാണോ അഗ്നി അശ്വത്തേരിൽ ഉയരങ്ങളിലെത്തി യുഗങ്ങളുടെ ശുശ്രൂഷ ചെയ്യുന്ന നീ, ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന നീ നിരാശപ്പെടുന്നത്? ഇന്ന് രാത്രി വരെ പകരപ്പെട്ടിട്ടില്ലാത്ത ആത്മമണ്ഡലത്തിന്റെ വ്യാപാരം നിന്റെ മേൽ പകരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏത് നിരാശയെയും ഭേദിക്കത്തക്ക വിധം കർത്താവ് ശക്തനാക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവാത്മാവ് രാത്രി പറയുന്നു, നിന്നെ കുറിച്ചുള്ള പദ്ധതി തീർന്നിട്ടില്ല. ഗ്ലോറി, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, 35ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് കെന്നഡി, ലോകത്തിൽ എത്ര വലിയ സൗഭാഗ്യം ഉണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. കെന്നഡിയുടെ ഭാര്യ ജാക്വലിൻ കെന്നഡി. അന്ന് രാവിലെ പത്രപ്രവർത്തകർ ഒരു ഗ്രൂപ്പ് ജാക്വലിൻ കെന്നഡിയെ കണ്ടു. ചോദിച്ചു, 35ാമത്തെ അമേരിക്കൻ മഹതി, വൈറ്റ് ഹൗസിലെ രാജ്ഞി, അങ്ങയ്ക്ക് എന്താണ് ലോകത്തോട് പറയാനുള്ളത്? അവൾ പറഞ്ഞ വാക്ക് കേൾക്കണോ? ലോകത്തിലേക്കും ഭാഗ്യശാലി ഞാനാണ്. അന്ന് വൈകിട്ട് ഡാളസിൽ വെച്ച് കെന്നഡി വെടിയേറ്റ് മരിച്ചു. കെന്നഡിയുടെ മരണം അമേരിക്കയുടെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ മിസ്റ്ററിയാണ്. കാരണം വെടിവെച്ചയാളിനെ
വിസ്താര സദസ്സിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് രഹസ്യമായി മറ്റൊരാൾ വെടിവെച്ചു കൊന്നു. ആ ആളിനെ അടുത്ത വിസ്താരത്തിൽ എത്തിക്കുന്നതിന് മുൻപ് ജയിലിൽ വെച്ച് വിഷം കൊടുത്തു കൊന്നു. കൊലയ്ക്ക് കൊലയായി. മരണം തെളിയിക്കപ്പെടാതെ കിടക്കുന്ന ഒരു മിസ്റ്ററിയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്, 35ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് കെന്നഡിയുടെ മരണം. എന്തിന്? അന്ന് വൈകിട്ട് ഡാളസിൽ മരണം കഴിഞ്ഞ് ഇതേ പത്രപ്രവർത്തകർ കെന്നഡിയുടെ ഭാര്യ ജാക്കുലിനെ കണ്ടിട്ട് ചോദിച്ചു, എന്തുണ്ട് ജീവിതത്തെ കുറിച്ച് പറയാനുള്ള റിപ്പോർട്ട്? അലറിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞ വാക്ക് കേൾക്കണോ? ഭൂമിയിലുള്ളവരിൽ വെച്ച് ഏറ്റവും ദൗർഭാഗ്യവതി ഞാനാണ്. ഞാൻ ഈ രാത്രി പറയട്ടെ, രാവിലത്തെ ഭാഗ്യശാലി ഇവിടെ വൈകിട്ട് ദൗർഭാഗ്യശാലിയാകും. എന്നാൽ പ്രതിസന്ധികളുടെ മുകളിൽ കാലൂന്നി നിന്നുകൊണ്ട് ഒരു ഭക്തൻ പറയും, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും, എന്റെ നടപ്പ് അവന്റെ മുൻപിൽ തെളിയിക്കും. ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ആ കരങ്ങൾ കർത്താവിലേക്ക് ഒന്ന് കൊടുത്തിട്ട് പറയാൻ കഴിയുമോ, എന്റെ വിഷയത്തെ ഞാൻ നിനക്കായി തരികയാണ്. എന്റെ നിരാശയുടെ മേൽ അവിടുന്ന് ഇറങ്ങി ഇടപെടണം. മനസ്സ് തളർന്നിരിക്കുന്ന ചില വ്യക്തികളെ തൊടാൻ കർത്താവിന്റെ കരം ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുകയാണ്. എന്റെ പിൻപിലിരിക്കുന്ന പ്രിയപ്പെട്ടവരും എന്റെ മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ടവരും ഒരുപോലെ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഞാൻ പറയാം, മറ്റുള്ളവരോട് പങ്കുവെക്കാൻ കഴിയാത്ത വിധത്തിൽ മനസ്സിൽ വ്യാപരിക്കുന്ന ചില ബന്ധനങ്ങളാൽ ഹൃദയത്തിൽ ഉയരുന്ന നിരാശയുടെ ഖനീഭവിച്ച രൂപം കവിൾത്തടങ്ങളിലൂടെ ദ്രാവക രൂപത്തിൽ ഒഴുകുമ്പോൾ ഈ രാത്രി യോഗം പിരിഞ്ഞ് ഗ്രൗണ്ട് വിടുന്നതിന് മുൻപ് എന്റെ നാഥന്റെ കരം വിഷയത്തെ തൊടാൻ തുടങ്ങുന്ന ബോധ്യത്തോടുകൂടെ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങുമോ? എല്ലാ പ്രിയപ്പെട്ടവരുടെയും നാവിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ, പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഒരു വായ്പോലും അടഞ്ഞിരിക്കരുത്. അഭിഷേകം പ്രാപിച്ച സകല ദൈവമക്കളും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഞാൻ കാണുന്നു ദൈവ തേജസ്സിന്റെ മേഘം ഈ ഗ്രൗണ്ടിന് മീതെ മാത്രമല്ല, അഭിഷിക്തന്മാരുടെ മുകളിലും നിഴൽ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ചില പ്രിയപ്പെട്ടവരുടെ തോളിൽ കൈവച്ചതുപോലെ ദൂതിടപെടുകയാണ്. ഈ രാത്രി നീ വലിയവനാ, നീ സാധാരണക്കാരനല്ല. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഈ ഗ്രൗണ്ടിൽ വ്യാപരിക്കുന്നു. അവന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നു. ആ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് യേശുവേ എന്ന് വിളിക്കാൻ കഴിയുമെങ്കിൽ ലജ്ജ കൂടാതെ വാ തുറന്ന് വിളിക്കണം. ഇത് സ്തോത്രം പറയുന്നത് പോലെയല്ല. യേശുവിന്റെ പേര് ജോസഫും മറിയയും കൂടെ തീരുമാനിച്ചിട്ട പേരല്ല, അത് ഉയരത്തിൽ നിന്ന് ദൂതൻ കൊടുത്തുവിട്ട പേരാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി വാ തുറന്ന് യേശുവേ എന്ന് പറയുമ്പോൾ നീ ഉച്ചരിക്കുന്ന നാമം സാധാരണ നാമമല്ല, സകല നാമത്തിനും മേലായ നാമമാണ്. സകല മുഴങ്കാലുകളും മടങ്ങുന്ന നാമമാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ഇരുട്ടിന്റെ ശക്തികൾ ചിലത് നിന്റെ മനസ്സിന്റെ മേഖലയെ പിടിച്ചടക്കിയിട്ട് നിന്റെ മേൽ വ്യാപരിക്കുന്ന നിരാശകളാൽ നിന്നെ ബന്ധിച്ച് ഒരു വേള ആത്മഹത്യക്ക് പോലും നിർബന്ധിക്കത്തക്ക വിധം വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രിയെ കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് ശബ്ദം ഉയർത്തി വിളിക്കുമ്പോൾ ഞങ്ങൾ പറയുന്ന വേഗതയേക്കാൾ വേഗതയിൽ നിന്റെ മനസ്സിന്റെ കെട്ടഴിക്കാൻ അതിനകത്തേക്ക് ഇറങ്ങി വരാൻ കഴിവുള്ള യേശുവിന്റെ കരം ബലത്തോടെ ചലിക്കുകയാണ്. എല്ലാ സഹോദരങ്ങളും ഒരു നിമിഷം കർത്തൃ സന്നിധിയിൽ നിന്ന് എഴുന്നേറ്റാട്ടെ, ധൈര്യമായി എഴുന്നേറ്റാട്ടെ. ഹല്ലേലൂയ. ആ രണ്ട് കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് യേശുവേ എന്ന് ശബ്ദം ഉയർത്തി ഒന്ന് വിളിക്കാൻ പറ്റുമോ?